വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ റോസ്മേരി റിലേറ്റഡ് വീഡിയോ ആണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം റോസ്മേരി ഓൾമോസ്റ്റ് എല്ലാവരും ഹെയറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് റോസ്മേരി ഓയിലും റോസ്മേരി വാട്ടറും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ റോസ്മേരി വാട്ടർ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നും റോസ്മേരി ഉപയോഗിച്ചിട്ട് എനിക്കുണ്ടായ മാറ്റങ്ങളോ അതുപോലെ റോസ്മേരിയെ പറ്റി കുറച്ച് ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും എന്താണ് റോസ്മേരി, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം നിങ്ങൾക്ക് അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ എന്തിനാണ് നിങ്ങളിത് യൂസ് ചെയ്യുന്നത്. ചിലർക്ക് അറിയില്ലായിരിക്കും എന്തിനാണ് ഈ റോസ്മേരി യൂസ് ചെയ്യുന്നത്, ചുമ്മാ അറിയാതെ യൂസ് ചെയ്യുന്നവർ കാണും. സോ കണ്ടിന്യൂസ്ലി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ റോസ്മേരി വാട്ടറൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സോ നമുക്ക് നേരെ റോസ്മേരി എന്താണ്, അതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ റോസ്മേരി സത്യം പറഞ്ഞ ഒരു ഹെർബാണ്. അത് ഇപ്പം റീസെൻ്റ്ലി ഇങ്ങോട്ട് വന്ന സംഭവമൊന്നും അല്ല റോസ്മേരി ലീവ്സും ഒന്നും. പണ്ട് മുതലേ ആൾക്കാർ റോസ്മേരി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടുതലും നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ കുക്കിങ്ങിനായിരുന്നു. കാരണം ഇതൊരു അത്യാവശ്യം മണമുള്ള ഒരു ഹെർബ് ആയതുകൊണ്ട് തന്നെ പലരും കുക്കിങ്ങിന് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ റീസെൻറ്റ് സ്റ്റഡീസിലാണ് അറിഞ്ഞത് ഇതിൻ്റെ കുറച്ച് റോസ്മേരിയിൽ അത്യാവശ്യം നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന്. അങ്ങനെയാണ് ആളുകളിലേക്ക് പതിയെ റോസ്മേരി എത്തിയതും ഇത് ഇപ്പം ഇത്രയും വൈറലായി തുടങ്ങിയതും. റോസ്മേരിയിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന 2 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഒന്ന് മെനോക്സിലും ഒന്ന് കാർണോക്സിക് ആസിഡും. ഈ രണ്ടിന്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ മെനോക്സിൽ നമ്മുടെ ഹെയർ റീഗ്രോത്ത് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ കാർണോക്സിക് ആസിഡ് എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഈ താരനില്ലേ, നമ്മുടെ വൈറ്റ് ഹെയർസ് അതിനെ ഒന്ന് ബ്ലാക്ക് ആക്കാനും നമ്മുടെ ഹെയറിന് കുറച്ചുകൂടെ ബ്ലാക്ക്നെസ് തരാനും നമ്മുടെ ഹെയറിനൊന്ന് ഹെൽത്തി ആക്കാനും ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഈ ഇൻഗ്രീഡിയൻറ്റ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ റോസ്മേരി ഓയിൽ ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ്. അതിന് നമ്മൾ എസെൻഷ്യൽ ഓയിൽ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം നമ്മൾ എസെൻഷ്യൽ ഓയിൽസ് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ സ്കാൽപ്പിൽ യൂസ് ചെയ്യാറില്ല. കാരി ഓയിൽസിലെ ലൈക്ക് ആൽമണ്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ അങ്ങനെയുള്ള ഓയിൽസിൻ്റെ കൂടെ മിക്സ് ചെയ്താണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളിപ്പം ഒരു 2 സ്പൂൺ കോക്കനട്ട് ഓയിലാണ് എടുക്കുന്നെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 3-4 ഡ്രോപ്പ് റോസ്മേരി ഓയിൽ ഡ്രോപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഹെയറിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഡയറക്റ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അല്ലെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിലും ഞാൻ ഇതുവരെ കണ്ടതൊക്കെ വെച്ച് എല്ലാവരും അല്ലെങ്കിൽ ഈ ഓയിൽസിൻ്റെ കൂടെ തന്നെ അവർ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഏതെങ്കിലും എണ്ണയുടെ കൂടെ അല്ലെങ്കിൽ ഏതൊരു ഓയിൽസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുക. സോ നിങ്ങൾ എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യാൻ തന്നെ മാക്സിമം ട്രൈ ചെയ്യുക. ഞാനിപ്പം റോസ്മേരി ഓയിലും ലീഫും ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്ത് വാങ്ങിച്ചത്. എനിക്ക് തോന്നുന്നു ഞാനങ്ങനെ ഇന്ന ബ്രാൻഡിൻ്റെ ഒന്നും നോക്കിയല്ല വാങ്ങിച്ചത്, ഏതാണോ റേറ്റിംഗ് കൂടി നിൽക്കുന്ന അങ്ങനെയാണ് വാങ്ങിച്ചത്. സോ ആമസോൺ മാത്രമല്ല ഫ്ലിപ്കാർട്ട് അങ്ങനെ പല ആപ്പുകളിൽ ഇപ്പോൾ റോസ്മേരി ഭയങ്കര വൈറലായതിൽ പിന്നെ എല്ലായിടത്തും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് റേറ്റിംഗ് ഒക്കെ നോക്കി അത്യാവശ്യം പ്രൈസും കുറവാണ്. സോ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഞാനിപ്പം റോസ്മേരിയുടെ വാട്ടർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. അത് ഞാൻ ലൈക്ക് അങ്ങനെ റോസ്മേരിയുടെ വാട്ടറായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യല. ലീഫ് വാങ്ങിച്ചിട്ട് ഇതുപോലത്തെ 2 പാക്കറ്റ് ഉണ്ട്. ഇതും വേറൊരു ബ്രാൻഡിൻ്റെയും കൂടെ എൻ്റെ ഉണ്ട്. സോ ഇതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ വെള്ളം ഉണ്ടാക്കും. എന്നിട്ടാണ് നൈറ്റ് ഞാൻ സ്പ്രേ ചെയ്ത് ഒരു 10 മിനിറ്റ് മസാജ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഓയിലും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എനിക്കാണെങ്കിൽ ഓയിൽ ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇതുവരെ. കാരണം എനിക്ക് ഈ ഡ്രൈ ലീഫ് കൊണ്ട് ഓയിൽ ഉണ്ടാക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഞാനാണെങ്കിൽ ഒറിജിനൽ ലീഫ് കിട്ടുമെന്ന് പലയിടത്തും തിരക്കി. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒറിജിനൽ ലീഫ് കിട്ടാനില്ല. അതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഈ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഫോട്ടോ സൈഡിൽ വെട്ടിയൊട്ടിക്കാം. അപ്പോൾ നമുക്കിനി റോസ്മേരി വാട്ടർ എങ്ങനെ വീട്ടിലുണ്ടാക്കുന്നത് നോക്കാം. ഇത് 2 രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ നോർമൽ രീതിയിൽ ഇപ്പോൾ ഇത് അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളെയും കാണിച്ചു തരാം എങ്ങനെയാണ് റോസ്മേരി വാട്ടർ വീട്ടിലുണ്ടാക്കുന്നത്. ആദ്യം തന്നെ 2.5 കപ്പ് വെള്ളത്തിൽ നമ്മുടെ ഡ്രൈ റോസ്മേരി ലീഫ് ഒരു 3 സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് തിളപ്പിക്കാം. ഇതിൻ്റെ കൂടെ ഞാനിപ്പം റോസ്മേരി ലീഫും വെള്ളവും മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ മിൻറ്റിൻ്റെ ലീഫും അല്ലെങ്കിൽ ഉലുവ ഇല്ലേ, ഉലുവ ഒരു 4-5 ഉലുവയും വേണമെങ്കിൽ ഇട്ട് തിളപ്പിക്കാവുന്നതാണ്. ഞാനിപ്പം റോസ്മേരി ലീഫും വെള്ളവും മാത്രമേ എടുത്തിട്ടുള്ളൂ. നല്ലപോലെ തിളപ്പിച്ച് ആ വെള്ളം ഒന്ന് പറ്റി അതെങ്ങനെയാണ് തിളച്ച് പറ്റിയെന്ന് മനസ്സിലാകുന്നത് വെച്ചാൽ നമ്മുടെ റോസ്മേരി ലീഫ് നല്ലപോലെ വെന്ത് അതിനൊരു കട്ടൻ കാപ്പിയുടെ ഒരു ലൈറ്റ് കട്ടൻ കാപ്പിയുടെ കളറാവും. ആ സമയത്ത് നിങ്ങൾക്ക് ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് റോസ്മേരി വാട്ടർ ഉണ്ടാക്കിയെന്ന്. ഭയങ്കര സിമ്പിളാണ്, എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ.
എപ്പോഴും റോസ്മേരി വാട്ടർ നിങ്ങൾ ഒരുപാട് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഒരു 1 വീക്കിലേക്കോ അല്ലെങ്കിൽ 2 വീക്കിലേക്കോ ഉണ്ടാക്കി ഒരു സ്പ്രേ ബോട്ടിൽ ഞാൻ കാണിച്ചു തന്നോണ്ട് ഒരു സ്പ്രേ ബോട്ടിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് നൈറ്റ് എടുത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് നല്ലപോലെ മസാജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ്. പിന്നെ ഡ്രൈ ആകാതെ കിടന്ന് ഉറങ്ങാനോ കെട്ടി വെക്കാതിരിക്കാനോ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ അതിന്റെ തണുപ്പ് മാറിയിട്ട് യൂസ് ചെയ്യാനും ശ്രമിക്കുക. കാരണം മേ ബി തണുപ്പോടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പനി വരികയും ഈ റോസ്മേരി നിർത്തേണ്ട അവസ്ഥയും വരും. അതുകൊണ്ട് എപ്പോഴും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരു അരമണിക്കൂർ മുമ്പ് വെളിയിൽ വെച്ചതിന് ശേഷം യൂസ് ചെയ്യുക. ഇനി എൻ്റെ ഫീഡ്ബാക്ക് ഞാനൊരു 4-5 മാസമായിട്ട് റോസ്മേരി യൂസ് ചെയ്ത് വരുന്നുണ്ട്. റോസ്മേരി ഓയിലും അതിൻ്റെ വെള്ളവും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ബാംഗ്ലൂർ ചെന്നത് പിന്നെ എൻ്റെ ഹെയർ നല്ലപോലെ പോകുന്നുണ്ടായിരുന്നു. ഒരുപാട് ഹെയർ പോകുന്നത് കാരണമാണ് ഞാൻ റോസ്മേരി കണ്ടതും വാങ്ങിച്ച് യൂസ് ചെയ്തതും. പക്ഷേ എനിക്ക് എൻ്റെ മുടി കൊഴിച്ചിൽ നല്ലപോലെ നിന്നോന്ന് ചോദിച്ചാൽ ഇല്ല. എനിക്ക് വലിയ മുടി കൊഴിച്ചിലിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. കാരണം ഞാൻ വീട് ബാംഗ്ലൂർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ വെള്ളം മാറി മാറി യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് മുടി കൊഴിച്ചിലിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷെ ബേബി ഹെയർസ് നല്ലപോലെ വരാൻ തുടങ്ങി, പുതിയ പുതിയ ഹെയർസ് വരാൻ തുടങ്ങി. കാരണം ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ ഒരു സൈഡിലായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മുടി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ കുറേ ബേബി ഹെയർസ് വന്നു തുടങ്ങി. അതേപോലെ ഞാൻ വീട്ടിൽ വരുമ്പോൾ അമ്മയ്ക്കും ഇത് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് മുടി കൊഴിച്ചിൽ കുറഞ്ഞു. കാരണം അമ്മ വേറെ ഒന്നും പോകുന്നില്ല, ഇവിടെ തന്നെയല്ലേ നിൽക്കുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് മുടി കൊഴിച്ചിൽ കുറഞ്ഞതായിട്ട് പറഞ്ഞിട്ടുണ്ട്. മേ ബി നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ നിൽക്കുന്നവരാ, നിങ്ങൾക്ക് ലൈക്ക് ചില വാട്ടറായിട്ട് നിങ്ങൾ യൂസ്ഡ് ആയിരിക്കുമല്ലോ. അപ്പം മേ ബി ഹെയർ പൊഴിയുന്നതും കുറയുമായിരിക്കും. പക്ഷെ എനിക്ക് ബേബി ഹെയർസ് നല്ല പോലെ വരുന്നുണ്ട്. സോ ഞാൻ പറയും റോസ്മേരിയുടെ വാട്ടർ പ്രിഫർ ചെയ്യുന്നതന്നാണ്. സോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ട്രൈ ചെയ്യുന്നവരാണ് എങ്കിൽ എങ്ങനെയുണ്ട് നിങ്ങളുടെ അനുഭവങ്ങൾ പറയാം. എന്നെപ്പോലെ ബേബി ഹെയർസ് ഒക്കെ വരുന്നുണ്ടോ, മുടി കൊഴിച്ചിലൊക്കെ നിന്നോ എന്ന് പറയാം. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ റോസ്മേരി റിലേറ്റഡ് വീഡിയോ. യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. അതുവരെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.